അപ്പോൾ പൃഥ്വിരാജ് സിനിമയിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ നന്ദനം എന്ന സിനിമയാണ്. അത് എൻ്റെ സുഹൃത്തും ആയ രഞ്ജിത്താണ് അതിൻ്റെ ഡയറക്ടറും വൺ ഓഫ് ദ പ്രൊഡ്യൂസറും, സിദ്ദിഖാണ് മറ്റൊരു പ്രൊഡ്യൂസർ. അങ്ങനെ ആ നന്ദനത്തിലാണ് പൃഥ്വിരാജ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിന് മുമ്പ് തന്നെ പൃഥ്വിരാജിൻ്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്ത് ഞാനന്ന് കൈരളി ചാനലിന് വേണ്ടി ആനി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അങ്ങനൊരു സിനിമകൾ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ കൈരളി ചാനൽ തുടങ്ങിയ സമയമാണ്. അന്ന് ശ്രീ വേണു നാഗവള്ളിയായിരുന്നു അതിൻ്റെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറൊക്കെ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവം ചെയ്യണം. അപ്പം ഞാനൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലറായിട്ടൊരു സാധനം, ഒരു കഥ പറഞ്ഞു. അത് വേണുചേട്ടൻ വലിയ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ആനി എന്നൊരു സിനിമ. അപ്പോൾ അതിലൊരു നായിക കഥാപാത്രം ആര് വേണം എന്നാലോചിച്ചപ്പോൾ മല്ലിക ചേച്ചി അതിന് മുമ്പ് എൻ്റെ ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മല്ലിക ചേച്ചിയായിട്ട് നല്ല അടുപ്പമുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ മല്ലിക ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇന്ദ്രനാണ് ആസ്ട്രേലിയയിൽ പോയി പഠിച്ചിട്ടൊക്കെ വന്നിരിക്കുക. അങ്ങനെ ഇന്ദ്രൻ എൻ്റെ അടുത്ത് വന്നൊരു നമ്മളൊരു സ്ക്രീൻ ടെസ്റ്റൊക്കെ നടത്തി. അങ്ങനെ ഇന്ദ്രനെ ആ സിനിമയിൽ നായകനായിട്ട് ഫിക്സ് ചെയ്തു. അഭിരാമിയായിരുന്നു നായിക. അപ്പോൾ ആ സമയത്തൊക്കെ പൃഥ്വിരാജ് വരികയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നന്ദനത്തിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പൃഥ്വിരാജിനെ ഞാൻ പോയി കാണുകയും നമ്മൾ തമ്മിലൊന്ന സിനിമയിലേക്ക് പൃഥ്വിരാജിനെ നായകനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. നന്ദനം കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ തുടങ്ങി. പക്ഷേ വിധി ആ സിനിമ ഏകദേശം 6 വർഷത്തിന് ശേഷമാണ് തിയേറ്ററിലെത്തിയത്. അപ്പോഴത്തേക്കും പൃഥ്വിരാജിൻ്റെയൊക്കെ സ്റ്റൈല് മാറി. അതുപോലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി. പക്ഷേ അതിൻ്റെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റാണ്. അതിൻ്റെ ഒരുപാട് പിന്നാമ്പുറ കഥകൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പൃഥ്വിരാജുമായിട്ട് പറയുമ്പോൾ രണ്ടാമത്തെ സിനിമയെന്ന് ഞാൻ പറഞ്ഞു, അതിലൊരു സീൻ എടുക്കാൻ നേരത്ത് ഏതൊരു പുതിയ ആക്ടർക്കും ഒരു തെറ്റ് പറ്റുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു കല്ലെടുത്ത് ഒരു സ്ഥലത്ത് എറിയണം. അതാണ് ആ സിനിമയിലെ ഷോട്ട്. അപ്പോൾ കല്ല് തറയിൽ നിന്ന് എടുക്കുന്നതാണ് ഷോട്ട്. അപ്പോൾ നാച്ചുറലി നമ്മൾ കല്ല് തറയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ ആരായാലും ആ കല്ല് ടക്കെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയെ സംബന്ധിച്ചോളം ക്യാമറയിൽ അത് രജിസ്റ്റർ ആവാതെ പോകും. ആ എടുക്കുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത് ആ ക്യാമറയിൽ നിന്ന് മറഞ്ഞു പോകും. അപ്പോൾ അതൊരു ബുദ്ധിമാനായ ഒരാൾക്ക് മാത്രമേ അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂ. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നത് പൃഥ്വിരാജ് വന്നിട്ട് ആ കല്ലിൽ ഇങ്ങനെ കൈ വെച്ചൊന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് ആ കല്ല് എടുത്ത് പൊക്കിയത്. അപ്പം എനിക്ക് മനസ്സിലായി ഇയാളിലൊരു ഡയറക്ടറുണ്ട്. കാര്യം അല്ലാതെ ഒരു ആക്ടർക്ക് മാത്രം അത് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് ആദ്യത്തെ ടേക്കിൽ ഓക്കെ ആവില്ല. വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടി വരും. കുറച്ച് സസ്റ്റെയിൻ ആയിട്ടില്ല. ക്യാമറമാൻ പറയും അത് പോരാ, അത് രജിസ്റ്റർ ആയിട്ടില്ല, ഒന്നും എടുക്കണമെന്ന് പറയും. പക്ഷേ ഇത് ഫസ്റ്റ് ടേക്ക് തന്നെ അയാൾ ഓക്കെ ആക്കി. അപ്പോൾ അയാളുടെ ഉള്ളിൽ അത് അന്ന് മാത്രമേ അയാൾ വളരെ കീനായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഇത് എങ്ങനെയാണ് എടുക്കുന്നത്, ക്യാമറ എവിടെ വയ്ക്കുന്നു, എങ്ങനെ ആംഗിൾ വയ്ക്കുന്നു, ഞാൻ സ്ക്രിപ്റ്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഒരു ഷോട്ട് എങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അയാൾ വാച്ച് ചെയ്യും. അപ്പോൾ അയാളുടെ ഉള്ളിൽ ആ രണ്ടാമത്തെ സിനിമ അഭിനയിക്കുമ്പോഴും ഒരു ഡയറക്ടർ അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് കാണാത്ത സിനിമകളുണ്ടാവില്ല. എല്ലാ സിനിമകളും പലപ്പോഴും പല സിനിമകളെ പറ്റിയും പറയും, തമ്പി ആ പടം ഒന്ന് കാണണം കേട്ടോ. തമ്പി എന്നല്ല, എന്നെ തമ്പി സാറിന് വിളിക്കാറുള്ളൂ. തമ്പി സാർ ആ പടം ഒന്ന് കാണണം. അങ്ങനെ വളരെ ഒരു അടുപ്പം ഉണ്ട് ഈ രണ്ട് പിള്ളേരോടും, പൃഥ്വിരാജിനോടും ശരി ഇന്ദ്രജിനോടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സുഖേട്ടനായിട്ടൊരു അടുപ്പം, സുഖേട്ടന് ആഗ്രഹിച്ച് നടക്കാൻ പറ്റാതെ പോയൊരു സംവിധായകനായി പൃഥ്വിരാജ് മാറി എന്നുള്ളതും, ഏറ്റവും വലിയ നടന്മാരായി രണ്ടുപേരും മാറി എന്നുള്ളതും അദ്ദേഹം ആ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വിറ്റ്നസിൻ്റെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ തിരക്കഥയിൽ സഹായിക്കാൻ വേണ്ടി കമലും രഞ്ജിത്തും റോയ് പി തോമസും എല്ലാം ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ശ്രീ അലക്സ് കടവിൽ അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ച് പാസ്സായി നിൽക്കുന്ന ഒരാളാണ്. സാമ്പത്തികമായി അല്പം സൗകര്യമുള്ളൊരു കുടുംബത്തിലാണ്. അലക്സിൻ്റെ ചില സുഹൃത്തുക്കളും ഹരി, വിൻസെൻ്റ്, റോബർട്ട്, അങ്ങനെ ഒരു 3-4 പേർക്ക് ഒരു സിനിമ ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹം. അതിന് മുമ്പ് ഒരു സിനിമ അവർ ചെയ്തു. ഒരു മെയ് മാസ പുലരിയിൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് രഞ്ജിത്താണ് തിരക്കഥ എഴുതിയതെങ്കിലും അവസാനം രഞ്ജിത്തിൻ്റെ കഥ മാത്രമായി മാറി, തിരക്കഥ രഞ്ജിത്ത് അല്ലാതായി. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ രഞ്ജിത്തിനെ കൊണ്ടൊരു തിരക്കഥ എഴുതിക്കണം എന്നവർക്കൊരാഗ്രഹമുണ്ട്. രഞ്ജിത്ത് അവരെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അലക്സ് ഞാനായിട്ട് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. അപ്പം തമ്പി ഇങ്ങനെ നമുക്കൊരു പടം ചെയ്യണം, സാഗര കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് അവരുടെ ബാനറിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു പടം ചെയ്യണം, തമ്പിയുടെ അടുത്ത പടം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഈ എഴുത്തിൻ്റെ ഇടയിൽ തന്നെ രഞ്ജിത്ത് വന്ന് വിറ്റ്നസിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തു. പുള്ളിയുടെ മനസ്സിൽ അന്നും ഒരു നടനുണ്ട് രഞ്ജിത്തിൻ്റെ ഉള്ളിൽ. വിറ്റ്നസിൽ തന്നെ ഒരു ചെറിയ വേഷം രഞ്ജിത്ത് അഭിനയിക്കുകയും ചെയ്തു.
അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു രഞ്ജിത്ത്, ഞാൻ രഞ്ജിത്ത് എഴുതട്ടെ, അപ്പോൾ എന്ത് വേണം, അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് സാധനം. അങ്ങനെ അവർ ആലോചിച്ചിട്ട് ഒരു ഗോഡ് ഫാദറിൻ്റെയൊക്കെ ഒരു റെസംബ്ലൻസ് വരുന്ന ഒരു കഥ രഞ്ജിത്ത് എന്നോട് ഇങ്ങനെ വന്ന് കഥ ഇങ്ങനെ രൂപത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല കഥയാണ്. കാര്യം അത് അങ്ങനെ ആ ജനിച്ചപ്പെട്ട സിനിമകളൊന്നും ഒന്നും വന്നിട്ടില്ല. ആ ഒരു അധോലോക നായകനും ഒരു വലിയ ഒരു ഡോൺ, അയാളുടെ ഒരു കുടുംബം, നാട് ഭരിക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ആ കഥ, അതാണ് കാലാൾപ്പട. അപ്പോൾ അതിൽ ആ ഡോണിൻ്റെ ക്യാരക്ടർ ചെയ്ത തിലകൻചേട്ടനാണ്. തിലകൻചേട്ടൻ്റെ എൻ്റേളി ഡിഫറെൻ്റ് ആയിട്ടൊരു ഗെറ്റപ്പാണ് ആ സിനിമയിൽ, ഗംഭീര ഗെറ്റപ്പാണ്. അത് തിലകൻചേട്ടൻ തന്നെ അതിനുവേണ്ടി മെനക്കെട്ട് അത് മൊത്തം കരിയൊക്കെ തേച്ച് ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. തിലകൻചേട്ടൻ്റെ മക്കളായിട്ട് 2 കൊടും വില്ലന്മാരായിട്ട് രതീഷും സുരേഷ് ഗോപിയും, ഇപ്പുറത്ത് നായകന്മാരായിട്ട് ജയറാമും റഹ്മാനും, പിന്നെ നായകരെ സഹായിക്കാനായിട്ട് മറ്റൊരു പ്രധാന ക്യാരക്ടറിൽ മുരളിയും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ്, സുഖേട്ടനുണ്ട്, ഇന്നസെൻ്റ് ഉണ്ട്, ജഗതിയുണ്ട്. വലിയൊരു താരബാഹുല്യമുള്ളൊരു സിനിമയായിരുന്നു കാലാൾപ്പട. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു വലിയ പടമായി മാറിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അലസിനെ വിളിച്ച് ചോദിച്ചു, അലസേ ഇത് അലസിന് താങ്ങുമോ, ഇത് തുടങ്ങിയാൽ കുഴപ്പത്തിലാവുമോ? അപ്പോൾ ഈ സമയത്ത് തന്നെ രഞ്ജിത്തിൻ്റെ മറ്റൊരു കഥയുണ്ടായിരുന്നു. പലപ്പോഴും രഞ്ജിത്തിന് ആ കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ പിന്നെ കമൽ സംവിധാനം ചെയ്തു, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഒരു സിമ്പിൾ സബ്ജക്റ്റാണ്. അപ്പോൾ രഞ്ജിത്ത് എന്നോടത് പറഞ്ഞു. ഞാൻ അലസേ നമുക്കത് ചെയ്താലോ, ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചാലോ, കാര്യം ഇത് വലിയ ബഡ്ജറ്റാവും അലസെന്ന്. അത് നടക്കില്ല, എൻ്റെ സിനിമ ഇതാണ്, ഇത് തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് അലസേ ധൈര്യമുണ്ടോ? ധൈര്യമായിട്ട് തുടങ്ങിക്കോന്നു. ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങിയതിൻ്റെ അന്ന് ഞാൻ അറിയുന്നു വെറും 5000 രൂപ കൈ വെച്ചുകൊണ്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത്. എൻ്റെ നെഞ്ചിടിച്ചു പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഇവർ 4 ചെറുപ്പക്കാർ അതിനുവേണ്ടി അവരുടെ ഒരു കഷ്ടപ്പാടും ഞാൻ കണ്ടത് ആ സിനിമയിലാണ്. എവിടെയെങ്കിലുമൊക്കെ ഓടി നടന്ന് പൈസ ഉണ്ടാക്കി ഓരോ ദിവസത്തെയും ഷൂട്ടിങ് എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി, ആരുടെയെങ്കിലും കാല് പിടിച്ചും കൈ പിടിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ലൊക്കേഷന് പൈസ കൊടുക്കാതെയും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഫുഡ് ഫ്രീ ആയിട്ട് വാങ്ങിച്ചും എങ്ങനെയെങ്കിലും, എനിക്കറിയില്ല എങ്ങനെ കൊണ്ടുപോയെന്നറിയില്ല, എങ്ങനെയോ ആ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ തീർത്തു. പക്ഷെ അതൊരു വലിയ സിനിമയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് ലൊക്കേഷനും. പക്ഷെ ഒരു ഷെഡ്യൂളിൽ പോയിട്ട് 2 or 3 ഷെഡ്യൂളിൽ പോലും ആ സിനിമ തീർന്നില്ല. വീണ്ടും നീണ്ടുപോയി. ഈ സമയത്ത് അതിൻ്റെ പ്രധാന ലൊക്കേഷനായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തെ റെസിഡൻസി എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസ് ആയിരുന്നു, പഴയ റെസിഡൻസ് സാഹിബിൻ്റെ. ആ ഗസ്റ്റ് ഹൗസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കൈമാറാൻ പോകുന്നു. അപ്പം 4 or 5 ദിവസം കൂടെ ഉള്ളൂ, അതിനുള്ളിൽ എൻ്റെ ഷൂട്ടിംഗ് തീർക്കണം, പിന്നെ ഒരു ദിവസം പോലും കിട്ടില്ല, ക്ലോസ് ചെയ്യാൻ പോകുന്നു. പ്രധാന ലൊക്കേഷനാണ്, പ്രധാന ഷൂട്ടിങ്ങാണ്. 4-5 ദിവസം കൊണ്ട് തീരില്ല. അത് എങ്ങനെ നോക്കിയാണ് തീർന്നില്ലേ, പിന്നെ അത് കിട്ടത്തില്ല. കിട്ടിയില്ലേ കുഴയും, കുഴയും, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലത്. അപ്പോൾ സന്തോഷ് ശിവനാണ് എൻ്റെ ക്യാമറ. ഞാൻ സന്തോഷം എന്ത് ചെയ്യും, സന്തോഷം ചെയ്യാൻ തമ്പി, നമുക്ക് അടിച്ച് തീർക്കാം, നമുക്ക് രാത്രിയും പകലുമായിട്ട് തീർക്കാം എന്ന് പറഞ്ഞ് 2 യൂണിറ്റായിട്ട് വർക്ക് ചെയ്തു. അവിടെ ഒരേ ലൊക്കേഷനിൽ സന്തോഷ് ഒരു ക്യാമറ KG ജയൻ എന്ന് പറഞ്ഞ് സന്തോഷിൻ്റെ തന്നെ ബാച്ച്മേറ്റ് പൂനെയിൽ. അന്ന് പുള്ളി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഗവൺമെൻറ് അതിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ജയൻ ഒരു യൂണിറ്റ്, സന്തോഷ് യൂണിറ്റ്. ഫൈറ്റാണ്, ക്ലൈമാക്സ് ഫൈറ്റ് 1200 അടിയാണ് എൻ്റെ ക്ലൈമാക്സ് പടത്തിൻ്റെ ഫൈറ്റും അതിനിടയ്ക്കുള്ള പ്രശ്നങ്ങളും എല്ലാം. ഇത് ഫുൾ നൈറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം 5-6 ദിവസം ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിങ്ങാണ്. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങും, പിറ്റേ ദിവസം രാവിലെ ഒരു 4-4:30 മണിക്ക് ഷൂട്ടിംഗ് കഴിയും, നേരെ റൂമിൽ പോകും, കുളിക്കും, വീണ്ടും വരും. എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും എങ്ങനെ ചെയ്തു എന്നുള്ളതെന്ന് ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ പോലും പേടിയാവും. ആ രീതിയിലാണ് ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയറാമൊക്കെ ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ചു. ജയറാം, റഹ്മാൻ, രതീഷ്, സുരേഷ് ഗോപി, തിലകൻചേട്ടൻ തുടങ്ങി മലയാള സിനിമ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടായാലും ഇവരെല്ലാവരെയും വെച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്ഷൻ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കും, ഒരു സെക്ഷൻ ഇപ്പുറത്ത് നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷനും. ഇതിനിടയ്ക്ക്
രസകരമായൊരു സംഭവം വെച്ചാൽ വേണുചേട്ടൻ വേണു നാവള്ളിച്ചേട്ടൻ്റെ ഒരു സിനിമ സ്വാഗതം എന്താ ഒരു സിനിമ ജയറാം അഭിനയിക്കുന്ന സിനിമയാണ്. അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി ജയറാം ഇന്ന് ചെല്ലാം നാളെ ചെല്ലാം ഇവിടെ തീരണ്ടേ. ജയറാം ഇവിടുന്ന് റൂമിൽ പോയിട്ട് വേണ്ടേ ഡബ്ബിങ്ങിന് പോകാൻ. ഒരു ദിവസം രാവിലെ ജയറാമൊക്കെ ഇങ്ങനെ പ്രാന്തെടുത്ത് നിൽക്കുകയാണ്. രാവിലെ വേണുചേട്ടൻ ലൊക്കേഷനിൽ വന്നിട്ട് ഞാൻ കേൾക്കുന്ന താഴെ ഭയങ്കര ബഹളം. ഞാൻ ചെന്നപ്പോഴത്തേക്കും ജയറാമും പുള്ളിയായിട്ട് ഭയങ്കര ഇന്നീ പറ്റിക്കില്ലേ മറ്റേ വേണുചേട്ടൻ ഭയങ്കര വികാരജീവിയാണ്. പെട്ടെന്ന് വേണുചേട്ടൻ റൈസാവുന്നു. അപ്പോൾ ഞാൻ വേണുചേട്ടാ സിറ്റുവേഷൻ അറിഞ്ഞ് പറയും വേണുചേട്ടാ എത്ര ദിവസമായിട്ട് ഇയാൾ ഉറക്കം കഴിഞ്ഞിവിടെ കഷ്ടപ്പെടുകയാണ് ഇയാൾ. ഇങ്ങനെ ഒരു മനസാക്ഷി വേണ്ടതെന്ന് ചോദിച്ചു. മനസാക്ഷി എനിക്ക് എൻ്റെ പടം തീർക്കണ്ടേ. ഞാൻ പറഞ്ഞു അതിനേക്കാൾ ഇന്നിവിടെ പ്രശ്നമാണ്, ഇത് തീർത്തിറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാവും. മേടിച്ചേട്ടൻ ക്ഷമിക്കൂ ദയവേത് ഞാൻ തന്നെ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് തീർത്തിട്ട് ജയറാമനെ വിട്ടുതരാം, ഒരു ദിവസം ഫുള്ളായിട്ട് വിട്ടുതരാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അദ്ദേഹത്തെ വിട്ടു. ഇങ്ങനെയൊക്കെ ഉള്ളൊരു പല കാര്യങ്ങളുണ്ട്. എങ്ങനെ ആ പടം എങ്ങനെ തീർത്തെന്ന് പോലും എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. അത് ഈ അലസിനെ കൊണ്ടൊക്കെ എങ്ങനെ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഷെഡ്യൂള് മദ്രാസിൽ വരുന്നു. മദ്രാസിൽ വെച്ച് പലപ്പോഴും ഷൂട്ട് ചെയ്യുന്നു. ഒരിക്കൽ ഇതുപോലെ എന്തോ ഡേറ്റ് ക്ലാഷ് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് കുറേ ആൾക്കാരെ തീർക്കണം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു ഷെഡ്യൂൾ തീരില്ല. അപ്പോൾ 2 യൂണിറ്റായിട്ട് വീണ്ടും അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു യൂണിറ്റ് നമ്മുടെ കമൽ വന്ന് കുറേ സീൻ കമൽ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. അവസാനം അത് 7 Arts വിജയകുമാറാണ് ആ പടം എടുത്തത്, ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. 7 Arts വിജയകുമാറിനെ കണ്ട് റെസ്റ്റോറൻ്റൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. വിഷ്വൽസൊക്കെ ഭയങ്കര ഗംഭീരമാണ്. പക്ഷേ ആ പടം 1 വർഷത്തോളം പെൻഡിങ് ആയിപ്പോയി റിലീസ് ചെയ്യാനൊക്കെ. അതിനുശേഷം എൻ്റെ മറ്റൊരു പടവും റിലീസിന് ശേഷമാണ് റിലീസ് ചെയ്തത്. കലർപ്പടം ഇന്നും ഇപ്പോഴും പലരും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറയുന്നൊരു സിനിമയാണ്. ആ സിനിമയിൽ ഒരു രസകരമായൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആ സിനിമയിൽ ഒരേ ഒരു പാട്ടേ ഉള്ളൂ. ആ പാട്ട് അലക്സിൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ളൊരു ജേക്കബ് അലക്സാണ്ടറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത്. മ്യൂസിക് അതിൻ്റെ ട്യൂൺ ഇട്ടെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ ആര് വേണം? രാജാമണിയാണ്. അന്ന് രാജാമണി ഈ ഓർക്കസ്ട്രേഷനിലെ ഒരു പുലിയാണ്. അപ്പോൾ രാജാമണിയാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഏൽപ്പിച്ചത്. അപ്പോൾ രാജാമണിയുടെ കൂടെ ഒരു പയ്യനും കൂടി തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് ആ SL തിയേറ്ററിൻ്റെ അടുത്തൊരു ചെറിയ മാസ് ഹോട്ടൽ എന്ന് ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെയാണ് ഇവർക്ക് റൂം എടുത്തു കൊടുത്തത്. ആ പയ്യൻ പേര് ദിലീപ്. എനിക്ക് നേരത്തെ അറിയാം, അയാൾ കീബോർഡിസ്റ്റാണ്. ആ ദിലീപാണ് ഇന്നത്തെ AR റഹ്മാൻ. അങ്ങനെ മാസ് ഹോട്ടലിലെ ഒരു സാധാരണ റൂമിലിരുന്ന് ദിലീപിൻ്റെ കീബോർഡിൽ ദിലീപാണ് അതിൻ്റെ കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ ശരിയാക്കുന്നത്. രാജാമണിയും ദിലീപും കൂടി ഇരുന്നിട്ടാണ്. തിരുവനന്തപുരം തരങ്ങിണി സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദിലീപ് തന്നെ വന്നിരുന്ന്. അന്ന് ദിലീപാണ് പേര്, പിന്നെയാണ് AR റഹ്മാൻ ആകുന്നത്. അങ്ങനെ ഒരേ ഒരു പാട്ട്. ആ പാട്ട് നല്ല രസമുള്ള പാട്ടായിരുന്നു, ഭയങ്കര ഹിറ്റ് പാട്ടായിരുന്നു. അതാണ് കാലാൾപ്പടയിലെ മറ്റൊരു അനുഭവം. അത് കഴിഞ്ഞ് കാലാൾപ്പട റിലീസ് ചെയ്ത് അതിനകത്ത് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അത്രത്തോളം അനുഭവങ്ങൾ നൽകിയൊരു സിനിമയാണ്. ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ അതിലൊരു മദ്രാസിലൊരു ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അന്ന് സന്തോഷ് ശിവന് വേറെ ഏതോ വർക്കിൻ്റെ ക്ലാഷ് വന്നു. കാരണം പല ഷെഡ്യൂളായിപ്പോയല്ലോ. അപ്പോൾ പകരം വന്നത് വില്യംസാണ്. വില്യംസ് എന്നൊരു ഡയറക്ടറാണ്, ക്യാമറമാനാണ്. പുള്ളി ഭയങ്കര ഉടക്കിൻ്റെ ആളാണ്. ആരുമായിട്ടും കയറി ഉടക്കും, ഏത് ആർട്ടിസ്റ്റിനെയും തെറി വിളിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പം വില്യംസ് വന്നു. അപ്പം ഞാൻ അവിടെ ഒരു YMCAയുടെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഒരു ഹോസ്റ്റലുകാർ ഷൂട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ അവിടെ വന്നു. അവിടെ ഒരു ഷോട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് റഹ്മാൻ ഇങ്ങനെ ഒരു ജീപ്പ് ഓടിച്ച് വന്നിട്ട് രഞ്ജിനിയാണല്ലോ നായികയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നൊരു ഞാനൊരു ട്രോളി ഇട്ട് ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇങ്ങനെ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ റഹ്മാനൊക്കെ മേക്കപ്പ് ചെയ്ത് വന്നു. തിരിച്ച് വന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതിന് രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് പുള്ളി ട്രോളി ഇട്ടിരിക്കുന്നത്. ഞാനൊരു വലിയേട്ട എന്തൊരു ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു. ഇതായിരിക്കും നന്നായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ഒരു ഡയറക്ടർ പുള്ളിയുടെ ഉള്ളിൽ നിന്ന് കയറി വന്നു. ഇത് മതി, ഇതാകുമ്പോൾ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നന്നായിരിക്കും വലിയേട്ട, കറക്റ്റ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് പറഞ്ഞത് എനിക്കതാണ് വേണ്ടത്, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം വലിയേട്ടൻ പറഞ്ഞായിരുന്നു. പുള്ളിക്ക് മനസ്സിലായി അത്. കാരണം ഞാനതിൽ വാശി പിടിച്ചു എന്നുള്ളത്. അപ്പോൾ സമയം പോകും, ഞാൻ കുഴപ്പമില്ല, എന്തായാലും കുറച്ച് സമയം ലേറ്റായില്ലേ.
ആ സമയം ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞു. തിരിച്ച് ട്രോളി പൊളിച്ച് മാറ്റിയിട്ടു. കാര്യം അത് നമുക്ക് മറ്റൊരു ഡയറക്ടറെ അളക്കുന്ന ഒരു അവസരമാണ്. മറ്റൊന്നുമില്ല, ഇപ്പം വില്യേട്ടൻ വെച്ച ഷോട്ട് മോശമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അത് എന്നോടൊന്ന് പറയാമായിരുന്നു. തമ്പി അപ്പോൾ ഞാൻ പറയുമ്പോൾ വില്യേട്ടൻ തമ്പി നമുക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ലേ എന്ന് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നന്നായിരിക്കും, അത് ചെയ്യാൻ മതി. പക്ഷേ ഇത് ഞാൻ ഷോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളിക്കിഷ്ടമുള്ളൊരു ഷോട്ട് വെച്ചിട്ട് ഇത് മതി, ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് ഒരു മറ്റൊരാളെ അവമാനിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് തോന്നി. ഞാനത് അനുവദിച്ചില്ല. അതുപോലൊരു അനുഭവം കുറച്ച് ഫ്ലാഷ് ബാക്കായിട്ട് എനിക്ക് പറയാനുണ്ട്. അത് എൻ്റെ ആദ്യത്തെ സിനിമയിലാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. അത് ബാലേന്ദ്ര മേനോൻ സാറാണ് ആ സിനിമ നടക്കാൻ കാരണക്കാരൻ. അദ്ദേഹമാണ് അതിലെ നായകൻ, അദ്ദേഹമാണ് അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്താണ് എൻ്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ. എല്ലാ രീതിയിലും ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ സിനിമയാണ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. സന്തോഷ് ശിവൻ്റെ, എനിക്കൊന്ന് സന്തോഷ് ശിവൻ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നൊരു സിനിമ അതാണ്. സന്തോഷ് ശിവനാണ് ക്യാമറ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് നമ്മൾ മാനന്തവാടിക്ക് അടുത്ത് പനമരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ റോഡൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് 1987 അപ്പോൾ അത് കുറേ റബ്ബറും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് അവിടെ. ഒരു എസ് വളവ് പോലൊരു വളവാണ്. ആ വളവ് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ആ വളവിൻ്റെ അവിടെ ഒരു പെട്രോൾ ബങ്കുണ്ട് അവിടെ. അപ്പോൾ അതിലൊരു പ്രത്യേക സിറ്റുവേഷനാണ് ആ സിനിമയിൽ. അപ്പോൾ കാർത്തിക അതിലൊരു നായികയാണ്. കാർത്തികയും ദേവൻ അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേവൻ ചെയ്യാൻ കാരണം അന്ന് ദേവൻ അവിടെ തന്നെ ആരണ്യം എന്ന് പറഞ്ഞാൽ ഹരൺ സാറിൻ്റെ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവൻ ഇതിലൊരു വേഷത്തെ അഭിനയിപ്പിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി ദേവനോട് പോയി ചോദിച്ചു. ആ ദേവൻ പറഞ്ഞു ശരി ചെയ്യാം, 2-3 ദിവസം വർക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ദേവൻ ഇതിൽ വരുന്നത്. അപ്പോൾ കാർത്തികയും ദേവനുമായിട്ടുള്ള അടുപ്പം സുമലതയ്ക്കറിയാം. അപ്പം ദേവൻ മിസ്സായിപ്പോയി, കാർത്തിക ഗർഭിണിയായിരുന്നു, അതിൽ കുഞ്ഞുണ്ടായി. അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ അവളെ രക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണ് സുമലത ചെയ്യുന്നത്. അപ്പോൾ സുമലതയ്ക്ക് കയ്യിൽ ഈ ദേവൻ്റെ ഒരു പടം കാർത്തിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷനിൽ സുമലതയും ബാലേന്ദ്ര മേനോനും കൂടി കാറിൽ യാത്ര ചെയ്തിങ്ങനെ വന്ന് ഈ വളവ് തിരിഞ്ഞു വരുമ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് കയറ്റുന്നതാണ്. അവിടെ വെച്ച് ദേവനെ കാണുന്നു എന്നുള്ളതാണ്. പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നൊരു വ്യക്തിയാണ് ദേവനെ കാണുന്നു എന്നുള്ളതാണ് ആ സിറ്റുവേഷൻ. എൻ്റെ സിനിമയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ആദ്യം എടുക്കാൻ പോകുന്ന ഷോട്ടാണ്. അപ്പോൾ ഞാൻ സന്തോഷം നല്ല രസമുള്ളൊരു ലൊക്കേഷനാണ്. ആ എസ് വളവൊക്കെ ഇങ്ങനെ അത് അന്നത്തെ നല്ല രസമുള്ളൊരു വണ്ടിയാണ് ഈ കോണ്ടസ. ഈ അംബാസഡർ അവരുടെ കമ്പനിയുടെ ഒരു കോണ്ടസ വണ്ടിയാണ്, നല്ല രസകര വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന്, അപ്പോൾ പമ്പ് കാണത്തില്ല. നമ്മൾ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ കൊണ്ട് ട്രാക്ക് ഇട്ടിട്ട് ട്രാക്ക് ഇങ്ങനെ ഫൈനലിൽ വന്ന് നിൽക്കുന്ന ഈ 2 പമ്പുകളുണ്ട്, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും. ഈ പമ്പുകളുടെ ഇടയിൽ വന്ന് നിൽക്കുകയും അവിടെ ഈ കാർ വന്ന് 2 പമ്പിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ആ ക്ലോസപ്പ് ഷോട്ടിൽ ഏകദേശം സുമലതയും ബാലേന്ദ്ര മേനോൻ സാറിനും വരുന്ന രീതിയിൽ, ഫൈനൽ ഫ്രെയിം വരുന്ന രീതിയിൽ ഞങ്ങളൊരു ട്രോളി ഇട്ടു. അപ്പം സീൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഇതാണ് ഷോട്ട്, ഇതാണ് 1 ലൈൻ വൈസ് ഇതാണെന്നറിയാം. ഇതാണ് എടുക്കാൻ പോകുന്നത് സീൻ, ഇവിടെയാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് ഷോട്ടെന്നോ എന്താണ് സീനെന്നോ എന്താണ് ഡയലോഗെന്നോ അറിയില്ല. അങ്ങനെ ബാലേന്ദ്ര മേനോൻ സാറ് മേക്കപ്പ് ചെയ്ത് ഒന്ന് ഇറങ്ങി സ്ക്രിപ്റ്റ് കൊണ്ട് തരുന്നു. അപ്പോൾ തമ്പി എന്താണ് എടുക്കാൻ പോണേ? ഞാൻ സാർ ഇങ്ങനെ ആദ്യം വന്നിങ്ങനെ ഇവിടെ വന്ന് പമ്പിൽ ഓക്കെ അപ്പോൾ എന്താ ഈ ട്രോളി കിട്ടിക്കണേ? ഞാൻ വണ്ടി അവിടെ നിന്ന് കയറുന്നു. ശരി സന്തോഷിനെ വിളിച്ചുകൊണ്ട് മനസ്സങ്ങോട്ട് പോയി. സന്തോഷം, ഇത് ഭയങ്കര ലാഗാവില്ലേ? അവിടുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചിത്രയൊക്കെ ഇങ്ങനെ വന്ന് കയറി ഈ പമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ലാഗ് വരില്ലേ? അത് നമുക്ക് ആ പമ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് വണ്ടി വന്ന് നിന്നാൽ പോരെ. അപ്പോൾ സന്തോഷം പറഞ്ഞു, ചേട്ടാ സിനിമ വിഷ്വലും കൂടെ അല്ലേ, അതൊന്ന് വിഷ്വലി ചിന്തിച്ച് നോക്കൂ മേനോൻ ചേട്ടാ എന്നാണ് സന്തോഷം വിളിക്കുന്നത്. ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ആ വണ്ടി നല്ല രസമുള്ള വണ്ടിയല്ലേ, ആ വണ്ടി ഇങ്ങനെ നിന്ന് കറങ്ങി വന്നിങ്ങനെ പമ്പിൽ കയറി നിന്ന് ഫൈനലിൽ വന്ന് നിൽക്കുമ്പോൾ കോമ്പാക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ രസമായിരിക്കില്ലേ? ആയിരിക്കുമോ? ലാഗാവില്ലേ? ഒരിക്കലും ആവില്ല. അത് മാത്രമല്ല അതൊരു ഇൻ്റർവെൽ കഴിഞ്ഞുള്ളൊരു ഓപ്പണിങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ലാഗ് തോന്നില്ല എന്ന്. ശരി ആയിക്കോട്ടെ. അവിടെ സന്തോഷ് എന്നെ ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്, അവിടെ ഞാൻ വെച്ചൊരു ഷോട്ട്, അല്ലെങ്കിൽ ഞാനും സന്തോഷും കൂടെ തീരുമാനിച്ചൊരു ഷോട്ട്, അത് ചിലപ്പോൾ ഒന്ന് മാറ്റി മേനോൻ സാർ പറഞ്ഞ രീതിയിലേക്ക് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൈവിട്ട ആ സിനിമ പോയേനെ എന്ന് പോലും എനിക്ക് ആ ഒരു നിമിഷം തോന്നിപ്പോയി. പിന്നെ ആ സിനിമ തീരുന്നവരെ
ബാലേന്ദ്ര മേനോൻ സാർ ഒരു ഷോട്ടിനെ കുറിച്ചോ അല്ലെ അതെങ്ങനെ വെക്കണമെന്നോ ഇങ്ങനെ പോരെയെന്നോ ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ഷോട്ട് വയ്ക്കുന്നോ അദ്ദേഹം അത് അഭിനയിക്കും. അപ്പോൾ ഡയലോഗിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ സാർ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പുള്ളി അത് മാറ്റും. അപ്പോൾ ഞാനും അതിനു മുമ്പ് പുള്ളിയോട് അസോസിയേറ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ആസ് എ ഡയറക്ടർ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും ഒരു അപരിചിതത്വം തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് സ്റ്റാർട്ടും കെട്ടും പറയുന്നത്. എന്നോട് തന്നെയാണ് അദ്ദേഹം ആ ഷോട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോ, ആസ് എ ഡയറക്ടറാണ് ചോദിക്കുന്നത്, അദ്ദേഹം ഓക്കെ ആണോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപരിചിതത്വം എനിക്കതില്ല. പക്ഷേ അതുപോലെ ആ പറഞ്ഞതുപോലെ അതെനിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു. നമുക്കൊരു ഇപ്പം ഞാനൊരു വലിയ മിടുക്കനാണെന്നോ സിനിമയിൽ വലിയ വിദഗ്ധനാണെന്നോ വലിയ ടെക്നീഷ്യനാണെന്നോ ഒന്നും ഞാനൊരിക്കലും അവകാശപ്പെടുന്നില്ല. അന്നുമില്ല ഇന്നുമില്ല. ഈശ്വരാധീനം കൊണ്ടും എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യം കൊണ്ടും സിനിമയിലെത്തിയ അല്ലെങ്കിൽ സിനിമയിൽ നിലനിന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. ഞാനൊരു മഹത്തരായ സിനിമ ഉണ്ടാക്കിയിട്ടുമില്ല, ഞാൻ അങ്ങനെ ഒരു മഹത്തായ ഡയറക്ടറുമല്ല. പക്ഷേ ഒരു ഈശ്വരാനുഗ്രഹം, ഞാൻ എല്ലാത്തിനും ആദ്യം ഈശ്വര എന്ന് വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ഒരു പടി മുമ്പോട്ട് വയ്ക്കുമ്പോൾ പോലും അവിടെ ഈശ്വരനെയും എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛനെയും അമ്മയും മുന്നിൽ കണ്ടു മാത്രമേ ഞാൻ എല്ലാ കാര്യവും ചെയ്യാറുള്ളൂ. അത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ കഴിയുന്നിടത്തോളം എന്നെ നയിച്ചിട്ടുള്ള അവിടെയാണ്. അവിടെ ഞാൻ ഈശ്വരനെ നിന്ന കാണിച്ച കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എത്താം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് റഹ്മാനോടൊപ്പം രജനീകാന്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പം ഞങ്ങളെല്ലാം ചാടി എണീറ്റ് നിന്നു. അപ്പോൾ റഹ്മാൻ വന്നോടനെ ആദ്യം എന്നെ പരിചയപ്പെടുന്നു.